നിരീക്ഷണം നടത്തി നൽകിയ നിർദ്ദേശങ്ങളിൽ പേരാവൂർ ഡിവൈഎസ്പി ആസാദ് എംപിയാണ് പഠനം നടത്തിയത്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ. കൊട്ടിയൂർ മഹോത്സവത്തിനെത്തുന്നവർ ബാവലി തീരത്ത് അടിവസ്ത്രങ്ങളും മറ്റു മാലിന്യങ്ങളും ഉപേക്ഷിച്ച് കൊട്ടിയൂരിന്റെ പവിത്രതയെ ഇല്ലാതാക്കുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി കൂടുതലും ചെയ്യുന്നതെന്ന് ഭക്തർ പറയുന്നു. മുൻ വർഷങ്ങളിലൊന്നും കാണാത്ത കാഴ്ചയാണിതെന്നും ഭക്തർ പറഞ്ഞു. കൊട്ടിയൂർ എന്നാൽ പ്രകൃതിയുടെ ഉത്സവമെന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ അടിവസ്ത്രങ്ങൾ അടക്കമുള്ള മാലിന്യങ്ങൾ ബാവലിപ്പുഴ തീരത്ത് ഉപേക്ഷിച്ച് ആ പവിത്രത ഇല്ലാതാക്കുകയാണ് ചിലർ. അടിവസ്ത്രങ്ങളുടെ വലിയ കൂമ്പാരം തന്നെയാണ് മണ്ണഞ്ചേരിയിൽ ബാവലിപ്പുഴയോരത്ത് കാണുന്നത്. മുൻവർഷങ്ങളിൽ കാണാത്ത അവസ്ഥയാണിതെന്ന് ഭക്തജനങ്ങൾ പറയുന്നു. വളരെ മോശം ഏർപ്പാടാണ്. അത് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാമല്ലോ. വണ്ടിയിൽ വരുന്നവരാണ് ഇവിടെ വന്നിട്ട് വസ്ത്രം ഇവിടെ വന്ന് മാറി വസ്ത്രം വസ്ത്രങ്ങൾ ഇവിടെ ബാക്കി ചാടിയിട്ട് പോകുന്ന ഒരു ദുശീലം അത് ഒഴിവാക്കാനുള്ള ഒരു ഇത് അധികാരത്തിന് ഉണ്ടാവണമെന്നാണ് നമുക്ക് പറയാം. തിരുവഞ്ചിറയിലും വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സന്നിധാനത്തെ തിരുവഞ്ചിറയിൽ ചെരുപ്പ് ഉപേക്ഷിച്ചിരുന്നു. കൊട്ടിയൂരിന്റെ പവിത്രതയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലൂടെ ഇല്ലാതാകുന്നതെന്നും അടുത്ത വർഷം ഇത് ഒരു ആചാരമായി മാറാൻ ഇടയുണ്ടെന്നും ഭക്തർ പറയുന്നു. മുമ്പ് വർഷങ്ങളൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. ഇതിപ്പോ ഈ വർഷം മുതലാണ് കർണാടക അന്യ സംസ്ഥാനക്കാർ കൂടുതൽ മുമ്പ് വരുന്നുണ്ടെങ്കിൽ തന്നെ ഈ വളരെയധികം എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ്. നമ്മൾ മുമ്പെല്ലാം മകം നാളെ കഴിഞ്ഞ് വന്നാൽ നമുക്ക് സുഖമായ ദർശനമെല്ലാം കിട്ടുന്നതെന്ന് ഇപ്പോൾ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. അത് നല്ല കാര്യം തന്നെ. ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിയും നാടിന്റെ അഭിവൃദ്ധിയും അതിനുപരി ഈ കച്ചവടക്കാരുടെ അഭിവൃദ്ധിയെല്ലാം നടക്കേണ്ട കാര്യം തന്നെ. പക്ഷേ ഈ വരുന്നവര് ഒന്ന് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് കാനന ക്ഷേത്രം ഇത് മലിനമാക്കാതിരിക്കാൻ അവരും കൂടെ ശ്രദ്ധിക്കണം. വിഷയത്തിൽ ദേവസ്വം ഇടപെടണമെന്നും ഭക്തർ ആവശ്യപ്പെടുന്നു. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.